കർക്കിടക വാവ് ബലി ഇനി വീട്ടിൽ തന്നെ ചെയ്യാം. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും പൊതു ഇടങ്ങളിലേക്ക് ബലിയിടാൻ പോകാൻ കഴിയാത്തവർക്കും ലളിതമായി വീട്ടിൽ തന്നെ ബലി നടത്താം. ബലിക്ക് തലേ ദിവസം വ്രതം എടുക്കുക. പ്രധാനമായും ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാം. ഭക്ഷണശുദ്ധിയും മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ബലിദിനം കുളിച്ച് ഈറനെടുത്ത് തെക്ക് ഭാഗത്തേക്ക് നോക്കിയിരിക്കുക. വിളക്ക് കൊളുത്തി തൂശനിലയിൽ ഉണക്കലരി, എള്ള്, നെയ്യ്, ചന്ദനം, തുളസിയില, ദർഭപ്പുല്ല് തുടങ്ങിയവ ഒരുക്കിയ ശേഷം കിണ്ടിയിൽ സപ്തനദികളെ ധ്യാനിച്ച് വെള്ളം നിറച്ച് ചന്ദനം, പൂവ് ചേർത്ത് പൂജ ആരംഭിക്കാം. ദർഭയിൽ പവിത്രം കെട്ടി മഹാവിഷ്ണുവിനെ സ്മരിച്ച് ഓം നമോ നാരായണ ചൊല്ലി പ്രാർത്ഥിച്ച് കൃത്യമായ വിധത്തിൽ ദർഭ വിരിച്ച് മുകളിൽ തൂശനില വെച്ച് പിതൃവിനെ മനസ്സിൽ ധ്യാനിച്ച് പിണ്ടം സമർപ്പിക്കാം. ഉണക്കലരി ചോറുണ്ടാക്കാൻ കഴിയുന്നവർക്ക് അതിൽ നെയ്യും എള്ളും ചേർത്തുണ്ടാക്കാം. അല്ലാത്തവർക്ക് പൊടിച്ച ഉണക്കലരി ഉപയോഗിക്കാം. ശേഷം പിണ്ടത്തിൽ പൂക്കൾ സമർപ്പിച്ച് പിതൃവിനെ സ്മരിച്ച് പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗം നമസ്കാരം ചെയ്യാം. ശേഷം വീണ്ടും കിണ്ടിയിലെ വെള്ളം കൊണ്ട് പ്രാർത്ഥിച്ച് അവരെ പിതൃലോകത്തിലേക്ക് മടക്കി അയക്കാം. ബലിയെ തുടർന്ന് കാക്കകളെ വിളിച്ച് പിണ്ടം അർപ്പിക്കുക. കിണ്ടിയിലെ വെള്ളം ഉപയോഗിച്ച് തൂശനില തെക്ക് ഭാഗത്തേക്ക് ഒഴുക്കിക്കളയുക. അവസാനം വീണ്ടും കുളിച്ച് ഭസ്മമോ ചന്ദനമോ കുറിയിടാം. പ്രണാമത്തോടെ ചടങ്ങ് സമാപിപ്പിക്കുകയും ചെയ്യാം. പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന ഈ ലളിതകർമ്മം ഓരോ വീട്ടിലും വലിയൊരു അനുഗ്രഹമായി നിലനിൽക്കട്ടെ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.